നമ്മുടെ മെക്കാനിക്കൽ കീബോർഡിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ വലിയൊരു കീബോർഡിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ കീബോർഡ്. ഇത് ക്രയോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ തന്നെ സ്വാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 75% കീബോർഡാണ്. ഇതൊരു മെക്കാനിക്കൽ കീബോർഡാണ്. പക്ഷേ അന്ന് നമ്മൾ ഒരു 3 സ്വിച്ചൊക്കെ പഠിച്ചല്ലേ, അതായത് ബ്രൗൺ സ്വിച്ച്, ബ്ലൂ സ്വിച്ച്, റെഡ് സ്വിച്ച് എന്നൊക്കെ പഠിച്ചിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോവാം. കാരണം ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കണ്ടാലേ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ക്രയോയുടെ ഈ സ്വാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കീബോർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കീബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ഗെയിം കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ കീബോർഡ് വെക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് മൗസ് എന്ന് വെച്ചോ. നോർമലി നമ്മളൊരു കീബോർഡ് വെക്കുന്നത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടല്ലേ, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ. ഞാൻ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ടും എൻ്റെ എയിമൊക്കെ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ എൻ്റെ റിഫ്ലെക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിളിൽ വെച്ചാൽ എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ 100% കീബോർഡ്, അതായത് അന്ന് ഞാൻ പരിചയപ്പെടുത്തിയതുപോലെയുള്ള 100% കീബോർഡ് ആണെന്നുണ്ടെങ്കിൽ ആ ലെങ്ത്ത് ഇവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ വയറൊക്കെ ഇങ്ങനെ തട്ടിയും തടഞ്ഞൊക്കെ നിൽക്കും. അപ്പോൾ ഈ ഒരു ആംഗിളിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മുടെ കീബോർഡിൻ്റെ ലെങ്ത്ത് കുറയും തോറും നമുക്ക് കംഫർട്ടബിളായിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിക്ക് വെക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിന് വേണ്ടിയിട്ടാണ് അവർ ഈ 75% കീബോർഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു കീബോർഡിൻ്റെ ഡിസൈൻ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഡിസൈൻ നോക്കുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ അകത്തുള്ള ഓരോ ലെയർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബേസിലായിട്ട് ഒരു സിലിക്കൺ പാഡാണ് വരുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ടൊരു കംഫർട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ തൊട്ട് മേളിൽ ഒരു ഫോം ലെയർ വരുന്നുണ്ട്. അതിൻ്റെ മേളിൽ വീണ്ടും ഒരു ഫോം ലെയർ വരുന്നുണ്ട്. അതിൻ്റെ മേളിൽ ഒരു ഫ്ലെക്സ് പോളികാർബണേറ്റ് പ്ലേറ്റിംഗ് വരുന്നുണ്ട്. ഈ ഫ്ലെക്സ് പോളികാർബണേറ്റ് പ്ലേറ്റിംഗ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ സൗണ്ടിന് വേണ്ടിയിട്ടാണ്. അതൊരു തിക്കായിട്ടുള്ളൊരു സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോഴും ഇതിൻ്റെ കീയിലൊന്നും തൊടാത്ത എന്തുകൊണ്ടെന്നറിയാമോ? ഈ ഒരു കീബോർഡിൻ്റെ സൗണ്ട് ഞാൻ അവസാനം അല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞതിന് ശേഷമേ കേൾപ്പിച്ചുള്ളൂ. ബിക്കോസ് അതാണ് ഈ ഒരു കീബോർഡിനെ വ്യത്യസ്തനാക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ള സ്വിച്ചസ് റെഡ് സ്വിച്ചസ് അല്ല, അതായത് റെഡോ ബ്ലൂവോ അങ്ങനെയുള്ള സ്വിച്ചസ് അല്ല. ഇത് പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന GTMX സ്വിച്ചസ് ആണ് ഇതിൻ്റെ അകത്ത് ക്രയോ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. GTMXും അതുപോലെ തന്നെ ഹുവാനോ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്വിച്ചസിൽ ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ആമസോണിൽ നിന്ന് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാം. സോ അതെല്ലാം അവിടെ നിൽക്കട്ടെ, ഇതിൻ്റെ ബഡ്ജറ്റും കൂടി നമ്മൾ പറയണമല്ലോ. ആമസോണിൻ്റെ അകത്ത് ഇതിൻ്റെ പ്രൈസിങ് വന്നിട്ട് 5298 രൂപയാണ്. എന്നാൽ നമ്മൾ ക്രയോയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ 4998 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമാണ് കംഫർട്ടബിൾ അതിനകത്ത് പോവാം. അറിയാലോ, വില കുറഞ്ഞ് കിട്ടുന്നത് ക്രയോയുടെ വെബ്സൈറ്റിലാണ്. അപ്പോൾ ക്രയോയിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മുടെ ഡിസൈൻ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സൈഡിലായിട്ട് അന്നത്തെ കീബോർഡിലുള്ളതുപോലെ സൈഡിലായിട്ട് നമ്പർ പാഡ് വരില്ല, മേളിലായിരിക്കും നമ്പർ പാഡുകൾ വരിക. അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ സ്വിച്ച്, വിൻഡോ സ്വിച്ച്, ഓൾട്ട്, സ്പേസ് ബാർ, ആരോ ബട്ടൺ എല്ലാം ഇങ്ങനെ കൺജസ്റ്റഡ് ആക്കി വളരെ ഒപ്റ്റിമലായിട്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഒരു വോളിയം റോക്കർ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്നൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ പോലെ തന്നെ ക്രയോയിലെ എല്ലാ കീബോർഡും പോലെ തന്നെ മ്യൂട്ടാവും. പിന്നെ കറക്കി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇനി വേറൊരു പ്രത്യേകത, ഇപ്പോൾ ഈ ഒരു കീബോർഡ് ഞാൻ എൻ്റെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ട്. ഇതിനകത്ത് ഫുള്ളി ബ്ലൂടൂത്തും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് 2.5 GHz ബ്ലൂടൂത്തും നമുക്ക് അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ട്രൂലി വയർലെസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. കീബോർഡിൻ്റെ ടോപ്പ് സെക്ഷനിലായിട്ട് നമുക്ക് 3 മോഡുകൾ കാണാൻ പറ്റും: USB മോഡ്, വയർലെസ് മോഡ്, ബ്ലൂടൂത്ത് മോഡ്. ഓക്കെ, അതിനകത്ത് ബ്ലൂടൂത്ത് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്യണം, അങ്ങനെയുള്ള യൂസ് കേസസിനാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഗെയിം കളിക്കാനല്ല ഈ ബ്ലൂടൂത്ത് മോഡ് ഉപയോഗിക്കേണ്ടത്. ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ ഇടാനുള്ളതാണ് ഈ വയർലെസ് മോഡ്. ആ വയർലെസ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലായിട്ട് ഒരു ചെറിയൊരു USB-A ഡോങ്കിൾ കാണാൻ പറ്റും. ഈ ഒരു ഡോങ്കിൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യണം. ആ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തതിന് ശേഷം ഈ വൈഫൈ മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ ഒരു കീബോർഡ് കണക്റ്റഡ് ആവും. എന്നാൽ മാത്രമേ ഒരു ഡിലേയും ലാഗും ഇല്ലാതെ ഈ കീബോർഡ് ഗെയിം കളിക്കാൻ ആപ്റ്റായിട്ട് സെറ്റായിട്ടുണ്ടാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഈ ബ്ലൂടൂത്ത് മോഡ് ഇട്ടിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കരുത്. ഇൻപുട്ട് ലാഗും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ വയർലെസ് മോഡ് തന്നെയായിരിക്കണം എടുക്കേണ്ടത്. ഈ വയർലെസ് മോഡ് എടുക്കുമ്പോൾ നമ്മുടെ ഈ ഡോങ്കിൾ ഉപയോഗിക്കണം. ഈ ബ്ലൂടൂത്ത് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട് ജന്നെ പോലെ, നിങ്ങളുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്യുക, നിങ്ങളുടെ ഐപാഡിൽ കണക്ട് ചെയ്യുക.
റിയൽ ടൈമായിട്ട് നിങ്ങൾക്ക് 3 ഡിവൈസുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനെ നമുക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാനും പറ്റും. ഈ കീബോർഡ് ചാർജ് ചെയ്യാനായിട്ട് നമുക്കൊരു USB-C പോർട്ടാണ് വരുന്നത്. ഈ USB-C പോർട്ട് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 4000 mAh ആണ് ഈ ഒരു കീബോർഡിൻ്റെ അകത്തുള്ള ബാറ്ററി വരുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒറ്റ ചാർജിൽ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് 270 മണിക്കൂർ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഹൈ ബ്രൈറ്റ്നസ്സിൽ, അതായത് ഫുൾ ബ്രൈറ്റ്നസ്സിൽ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ട് 20 മണിക്കൂർ ഉപയോഗിക്കാം. സോ നിങ്ങൾ ലൈറ്റൊക്കെ ഓണാക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിൻ്റെ ചാർജ് എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് 20 മണിക്കൂറേ കിട്ടുള്ളൂ. ലൈറ്റൊക്കെ ഓഫ് ചെയ്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 270 മണിക്കൂർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ കിട്ടുന്നുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്രോസ് ഒക്കെ ആഡ് ചെയ്ത് എല്ലാ രീതിയിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഓരോ കീയുടെയൊക്കെ ലൈറ്റൊക്കെ മാറ്റി അടിപൊളിയാക്കാൻ പറ്റും. പിന്നെ പറയാനുള്ളത് ഈ കീസിനെ പറ്റിയിട്ടാണ്. ഇതൊരു 5 പിൻ കണക്ടിവിറ്റി ഉള്ള ഒരു കീ ആണ്. അതായത് 5 പിൻ ഹോട്ട് സ്വാപ്പ് PCB ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ഒരു കീബോർഡിൻ്റെ അകത്തുള്ള എല്ലാ കീസിനെയും നമുക്ക് ഇളക്കി മാറ്റിയതിന് ശേഷം യൂണിവേഴ്സലി അവൈലബിൾ ആയിട്ടുള്ള, മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വേറെ കീസ് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില കീബോർഡിൻ്റെ അകത്ത് ആളുകൾ ഉപയോഗിക്കുന്നത്, അതായത് ഈ ആനിമേ തീമിലുള്ള കീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ അയൺമാൻ തീമിലുള്ള കീസ്, പിന്നെ നമ്മുടെ ഗ്രാഫിക് കാർഡിൻ്റെ ഷേപ്പിലുള്ള കീസ്, ഇങ്ങനെയുള്ള കീസൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്റ്റേണലി പർച്ചേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു കീബോർഡിലേക്ക് നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതിനാണ് ഈ ഒരു 5 പിൻ പരിപാടി വെച്ചിട്ടുള്ളത്, വിച്ച് ഈസ് വെരി കൂൾ. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നില്ലേ ഒരു 3 ലെയർ സൗണ്ട് അബ്സോർപ്ഷൻ പരിപാടികൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് അത്രയ്ക്കും കിടിലമായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഓരോ കീയും അവർ ലൂബ് ചെയ്തിട്ടുണ്ട്. ലൂബ് ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോൾ വണ്ടിയുടെയൊക്കെ മെഷീൻ്റെയൊക്കെ അകത്തൊക്കെ ലൂബ് ചെയ്യാറുണ്ട് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ കീ സ്മൂത്തായിട്ട് സൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൂബ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ടെക്നോളജി നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫോളോ ചെയ്യുന്ന കായ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചെക്ക് ചെയ്ത് നോക്കുക. കായ് നോട്ട്ബുക്ക് ഫിലിപ്പീൻസിലോ തായ്ലൻഡിലോ എന്തോ ആണ് ഇപ്പം താമസിക്കുന്നത്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചൈനയിൽ നിന്നൊക്കെ ഈ ഒരു കീബോർഡിൻ്റെ പല പീസുകൾ പലയിടത്തു നിന്നായിട്ട് വരുത്തിയതിന് ശേഷം പുള്ളി ഇരുന്ന് ഉണ്ടാക്കും. ഒരു കീബോർഡ് ഫിനിഷായി കിട്ടാനായിട്ട് 20-30 മണിക്കൂറൊക്കെ ഇരിക്കണം. ഇതിൻ്റെ അകത്ത് ഓരോ കീയും പല പീസായിട്ടായിരിക്കും വരിക. ആ കീനെ മൊത്തം ഒരുമിച്ചാക്കി ഈ കാണുന്ന കീസ് എല്ലാം സെറ്റ് ചെയ്ത് അതിനെ ലൂബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൂബ്രിക്കൻറ്റ് കിട്ടും. ആ ലൂബ്രിക്കൻറ്റ് ഓരോ കീ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ബ്രഷ് വെച്ച് തടകി അങ്ങ് വിടണം. അങ്ങനെ എല്ലാ കീസും ലൂബ് ചെയ്ത് സെറ്റാക്കി എടുക്കും ചിലർ. അത്രയും കസ്റ്റമൈസ് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ വയ്യ, അങ്ങനെയുള്ള വള്ളി പരിപാടികളൊന്നും പിടിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാം. ഇത് ഓൾറെഡി ലൂബ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ദ സൗണ്ട് ടെസ്റ്റ്. ഈ സൗണ്ട് കേട്ടോ എന്ത് സാറ്റിസ്ഫൈങ് ആണല്ലേ. ലൈക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സൗണ്ടാണ് ഈ ക്രയോയുടെ സ്വാമിൻ്റെ അകത്തുള്ളത്. കാരണം അതിനനുസരിച്ചിട്ടാണ് ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആ സൗണ്ട് അത്രയും സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ ഇങ്ങനെ ഭയങ്കര പതിഞ്ഞ് കേൾക്കാനായിട്ട് ആണ് ആ 3 ലെയർ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ലെയറും അവർ ആഡ് ചെയ്യുന്നതിന് ഈ സൗണ്ടിനെ ട്യൂൺ ചെയ്തെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലൂബ് എടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് സ്മൂത്തും ആവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു നോർമലായിട്ട് ലൂബ് ചെയ്യാത്ത ഒരു നോർമൽ കീബോർഡും ഇതും തമ്മിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഈ സൗണ്ട് മാത്രമല്ല, ഈ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ കീയും നമ്മൾക്ക് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയും അതിനനുസരിച്ച് വ്യത്യസ്തമായിട്ടിരിക്കും കേട്ടോ. ഇപ്പം നമ്മളെന്തെങ്കിലും ടൈപ്പ് ചെയ്തു, ആ സമയത്ത് തെറ്റി, അപ്പോൾ നമുക്ക് ബാക്ക് സ്പേസ് അടിക്കണം. ബാക്ക് സ്പേസ് അടിക്കുന്ന സമയത്ത് അത്ര സാധനമാണ്. ഇപ്പോൾ ഞാൻ ബ്രാൻഡൊന്നും പറയുന്നില്ല, ഇതൊരു വളരെ ചീപ്പായിട്ടുള്ള ഒരു മെക്കാനിക്കൽ കീബോർഡാണ്. ഇറ്റ് ക്ലെയിംസ് ടു ബി എ മെക്കാനിക്കൽ കീബോർഡ്. അപ്പം ഇതിൻ്റെ സ്പേസിൻ്റെയൊക്കെ ഓരോ സൗണ്ട് കേട്ടോ. അതും ആ ഒരു വ്യത്യാസം മനസ്സിലായോ? ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കീബോർഡ് നമ്മൾ ഒരു കുറച്ച് പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ സ്പെക്കൊക്കെ നോക്കി മേടിച്ചാലുള്ള ഗുണം.
അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ബൈ ഫാർ യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു വയർലെസ് മോഡിലിട്ട് നമ്മുടെ ഡോങ്കിൾ വെച്ച് തന്നെ എപ്പോഴും ഉപയോഗിക്കുക. കാരണം നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പൊസിഷനും കൂടി കിട്ടും. ഇതിനകത്ത് 2 രീതിയിൽ നമുക്ക് ഇതിനെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഒന്ന് അതാ ഇങ്ങനെ ഇത്രയും സ്ലോപ്പ് വെച്ചിട്ട് സ്റ്റാൻഡ് ചെയ്യാം. എനിക്ക് ഇത്രയും ആവശ്യമില്ല, എന്നാൽ എനിക്ക് കുറച്ച് സ്ലാൻഡിങ് ആയിരിക്കണം. അപ്പോൾ ഇതിനെ അടച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ വേറൊരു സാധനമുണ്ട്, അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആംഗിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് കംഫർട്ടബിൾ. സോ ക്രയോ സ്വാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീബോർഡിൻ്റെ റിവ്യൂ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദിവസമായിട്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു സാധനമുണ്ട്, നമ്മളിങ്ങനെ ഉപയോഗിച്ച് വരുമായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ആൻഡ് ഈ ഒരു ക്രയോ കീബോർഡിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെ അല്ലെങ്കിൽ ക്രയോ ബ്രാൻഡിൽ നിന്ന് വലിയൊരു സർപ്രൈസ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ.